അങ്ങനെ 2024 ഇന്റർനാഷണൽ ഫുട്ബോളിന്റെ സ്റ്റാറ്റസും അർജന്റീനയുടെ പേരിൽ കുറിക്കപ്പെട്ടു. അർജന്റീന തോക്കി. അതായത് പുതുക്കിയ ഫിഫ റാങ്കിങ് അല്ലെങ്കിൽ 2024 അവസാനത്തെ ഫിഫ റാങ്കിങ് അപ്ഡേഷനിലും അർജന്റീന തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഫിഫ റാങ്കിങ്ങിൻ്റെ ഈ ഒരു വർഷത്തെ അവസാനത്തെ ലിസ്റ്റ്, അതിൻ്റെ റാങ്കുകൾ എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കാം. ഒന്നാം സ്ഥാനത്ത് നിലവിലെ ലോക രാജാക്കന്മാർ തന്നെയാണ്, അർജന്റീനയാണ്. രണ്ടാം സ്ഥാനത്ത് ഫ്രാൻസ്, സ്പെയിന് 3, അതുപോലെ ഇംഗ്ലണ്ടാണ് 4-ാം സ്ഥാനത്ത്. ബ്രസീൽ 5-ാം സ്ഥാനത്താണ്. ഒരിക്കലും ബ്രസീലൊന്നും 5ക്ക് അങ്ങനെ താഴെയില്ല അല്ലേ. ഒന്നാം സ്ഥാനമാണ് ഓരോ നിലവിലെ ഒരു സ്റ്റാറ്റസിൽ, അതായത് ചരിത്രങ്ങളിലൊക്കെ ഓരോ എപ്പോഴും ഒന്നാം സ്ഥാനത്താണ്. നമ്മൾ ബ്രസീലൊക്കെ 5-ലെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 6-ാം സ്ഥാനത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലാണ്. 7 അതേ സ്ഥാനം നെതർലാൻഡാണ്. പിന്നെ ബെൽജിയം 8, 9 ഇറ്റലി, 10 ജർമ്മനി. ഇതാണ് 2024 അവസാനത്തെ ഫിഫ റാങ്കിങ്ങിൻ്റെ ടേബിള്. അർജന്റീന തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്റർനാഷണൽ ഫുട്ബോൾ അർജന്റീനയുടേത് മാത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം. സ്പെയിൻ യൂറോ കപ്പ് നേടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അങ്ങനെ ചില സംഭവങ്ങൾ അല്ലെങ്കിൽ നല്ല മത്സരങ്ങൾ, നല്ല ടീമുകൾ, പെർഫോമൻസ് ഒക്കെ നടക്കുന്നുണ്ട്. എങ്കിലും ഒരു ടീം എന്നുള്ള ലെവലിൽ നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും മികച്ച ടൈം അർജന്റീനയുടേതാണ്, ലയണൽ മെസ്സിയുടേതാണ്. കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള വർഷങ്ങളിൽ അവർ ഏതെങ്കിലും ഒരു ചാമ്പ്യൻ പട്ടം നേടുന്നുണ്ട്. ബ്രസീലിനെ തോൽപ്പിച്ചുകൊണ്ട് ബ്രസീലിൻ്റെ പോസ്റ്റിലേക്ക് എവഡേസനെ കബളിപ്പിച്ചുകൊണ്ട് ഏഞ്ചൽ ഡി മരിയയുടെ ഒരു 1.5 ഗോളോടുകൂടി അവർ ഈ ഒരു ലെവലിലേക്ക്, ഇപ്പോഴത്തെ ഈ ഒരു ലെവലിലേക്ക് തിരിച്ചു വന്നു. പിന്നീട് അങ്ങോട്ട് മുഴുവൻ അവരുടെ പക്കലായിരുന്നു ഇന്റർനാഷണൽ ഫുട്ബോൾ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ എന്നുള്ളതാണ്. ലയണൽ മെസ്സി കരിയറിൻ്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം തലയുയർത്തി വിരമിക്കാനുള്ള സ്റ്റാറ്റസ് അവിടെ ഉണ്ടാക്കിയെടുത്തിട്ട് തന്നെയാണ് ഫുട്ബോളിൽ നിന്ന് അദ്ദേഹം ഇനി പോകുന്നുണ്ടെങ്കിൽ പോകുക എന്നുള്ളത്. കോപ്പ അമേരിക്ക നേടിയതിന് പിന്നാലെ ഫൈനലിസം ഇറ്റലിനെ തോൽപ്പിച്ച്, അന്നത്തെ യൂറോ കപ്പ് ചാമ്പ്യന്മാരെ തോൽപ്പിച്ച്, ഇറ്റലിനെ തോൽപ്പിച്ച് ഫൈനലിസം നേടി. അതിന് പിന്നാലെയാണ് 2022 ചരിത്രങ്ങളിൽ എഴുതപ്പെട്ട ഖത്തർ വേൾഡ് കപ്പ് നടന്നത്. ആ വേൾഡ് കപ്പിലും അവർ മുത്തമിട്ടു. അതും ഓരോ ലോകം മൊത്തം ചർച്ച ചെയ്തൊരു വേൾഡ് കപ്പായിരുന്നു ഖത്തർ. ഒരു പ്രത്യേക അനുഭൂതി. ഇപ്പോൾ ഫിഫ പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും മികച്ച വേൾഡ് കപ്പ് നടന്നത് ഖത്തറിലാണ് എന്നുള്ളത്. ആ ഒരു വേൾഡ് കപ്പ് ലയണൽ മെസ്സിക്ക് മുത്തമിടാൻ കഴിഞ്ഞു. അതിനുശേഷം നടന്ന കോപ്പ അമേരിക്കയിലും ലയണൽ മെസ്സിക്ക് അർജന്റീനക്ക് കിരീടം ചൂടാൻ കഴിഞ്ഞു. ഇപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അർജന്റീനയുടെ സമയമാണ്, അർജന്റീന ഫാൻസിൻ്റെ സമയമാണ് എന്നാണ് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുതന്നെയാണ് നല്ലതും. കാരണം ഒരുപാട് വർഷങ്ങൾ അല്ലെങ്കിൽ ഒരു അർജന്റീന ഫാൻസിൻ്റെ ഒരു ഏജ് മൊത്തം അവർ ദുഃഖിച്ചതാണ് തൻ്റെ ടീമിന് അല്ലെങ്കിൽ തൻ്റെ ഇഷ്ടപ്പെട്ട താരത്തിന് ഒരു ഇൻ്റർനാഷണൽ ട്രോഫി ഇല്ല എന്നുള്ളതിൻ്റെ പേരിൽ ഒരുപാട് കളിയാക്കലുകളൊക്കെ സഹിച്ചതാണ്. അങ്ങനെ എല്ലാം സഹിച്ച് ക്ഷമിച്ച് വന്നവരാണ്. അപ്പോൾ അവർക്ക് ഒരു പെരുന്നാൾ കിട്ടിയപ്പോൾ അത് തീരാത്തൊരു തീരാത്തൊരു വലിയ പെരുന്നാളായിട്ട് നിലനിൽക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് 2024 സ്വന്തം പേരിൽ കുറിച്ചിട്ട് ഇപ്പോൾ അവർ അവസാനം കുറിക്കുന്നത്. ഏതായാലും ഫിഫ റാങ്കിങ്ങിൽ ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് അർജന്റീന തുടരുകയാണ്. അവരുടെ ഒരു സ്റ്റാറ്റസ് നിലനിർത്തി പോരുകയാണ്. ലയണൽ മെസ്സി അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ബെസ്റ്റ് സമയത്തിലൂടെ തന്നെയാണ് ഇപ്പോഴും പോകുന്നത് എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ